കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. ആ ഡീലിന്റെ ഭാഗമായിട്ട് പിണറായിയോട് സംഘപരിവാറുകാർക്കെല്ലാം വല്ലാത്ത ബഹുമാനവും ആദരവുമാണ്. ദേ ഒരു ദൃശ്യം കാണാം. രാജീവ് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. തകിടം മറിച്ച പരനാറി വിജയന്റെ അവസാനത്തെ ഭരണമായി നാം കണക്കാക്കണം. പ്രിയമുള്ളവരെ, ഇത് കണ്ടോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡീലുള്ള, ആദരവുള്ള, പരസ്പരം ധാരണയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഡമ്മി നിർത്തി ചൂല് വെച്ചടിക്കുകയാണ്. ഒരു സംഗിണി ആഞ്ഞാഞ്ഞടിക്കുന്നു. അതിന് ചുറ്റും നിൽക്കുന്ന കുലപുരുഷന്മാരായ സംഘികൾ ആഹ്വാനം ചെയ്യുന്നു. കണ്ടില്ലേ? കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരനാറിയുടെ അവസാനത്തെ ഭരണമാണത്രേ. ആ ഭരണം അവസാനിക്കാൻ വേണ്ടി സംഘികൾ എത്രമാത്രം കലിപ്പോടുകൂടി കാത്തിരിക്കുന്നു നോക്കിയേ. എന്തൊരു ഡീലാണ്! കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയോ മുസ്ലിം ലീഗ് നേതാക്കന്മാരെയോ സുഡാപ്പികളുടെയോ ഒരു ചിത്രം വെച്ച് എന്തുകൊണ്ട് സംഘപരിവാറുകാർ ഇതുപോലെ പെരുമാറുന്നില്ല? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയോട് ഇത്രമാത്രം വിദ്വേഷം എന്തുകൊണ്ട് സാധാരണക്കാരനായ ഒരു സംഘയ്ക്ക് വരെ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഈ ഭരണം അവസാനിക്കേണ്ടത് ആരുടെ ആവശ്യം എന്നതിൻ്റെ ഉത്തരമുണ്ടാകുന്നത്. കേരളത്തിൽ സംഘപരിവാറുകാർ ഈ ഭരണകൂടത്തെ പുറത്താക്കാൻ വേണ്ടി എത്രമാത്രം പരിശ്രമം നടത്തുന്നുണ്ടെന്ന് ന്യൂനപക്ഷ വിഭാഗക്കാരായിട്ടുള്ളവർ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാര്യം, തിരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ പരസ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ഇവർ രോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തി ആരുമായിക്കോട്ടെ, ആ പദവിയിൽ ഇപ്പോഴും തുടരുന്ന ഒരാളെ ഇമ്മാതിരി കൈകാര്യം ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് കേരളത്തിലെ സംഘപരിവാറുകാർക്കുള്ള വിദ്വേഷം എന്താണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇത് കണ്ടിട്ടും ഇപ്പോഴും സുഡാപ്പികളെയും മൗദൂദികളെയും വിശ്വസിക്കുന്ന ന്യൂനപക്ഷക്കാരുണ്ടെങ്കിൽ, അവരും ആഗ്രഹിക്കുന്നത് പോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാറി ഇവിടെ വർഗീയത ചാരി നിൽക്കുന്നവരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിയൊക്കെ നിങ്ങളുടെ വിധിയാണെന്ന് മാത്രം കരുതുക. ഒരു വ്യക്തിയെ ഡീലെന്നും അവരുമായിട്ട് ധാരണയാണെന്ന് പറയുമ്പോൾ തെരുവിൽ എങ്ങനെയാണ് ആ മനുഷ്യനെ സംഘപരിവാറുകാർ കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ കൃത്യമായി നോക്കി വിലയിരുത്തിയാൽ, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പലതിനുമുള്ള ഉത്തരമാകും. അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പോയി നിൽക്കുമെന്നുള്ളത് ഈ അവസാന നിമിഷവും നിങ്ങൾക്കൊരു വാർണിംഗായി ഓർമ്മിപ്പിക്കുകയാണ്.